ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യാമ്മയുടെ വീട്ടിലേക്ക് എത്തിയ മധുശ്രീയെ സത്യാമ്മ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചത് കണ്ട് ഇഷ്ടപ്പെടാതെ രോഹിത മാറി നിന്നു. അപ്പോഴാണ് ശ്യാമയോട് അവർക്ക് ചായയും മധുരപലഹാരങ്ങളുമായി വരാനായി പറഞ്ഞ സത്യാമ്മ ശ്യാമയോട് അതൊന്നും എടുക്കണ്ട എന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ മധുശ്രീ ആകെ ആശങ്കയോടെ നിൽക്കുമ്പോൾ മധുശ്രീയെ നോക്കി സത്യാമ്മ പറഞ്ഞു, മോൾ ഇവിടേക്ക് ഇരിക്കെ, അവിടെ ഇരിക്കെ എന്ന് പറഞ്ഞ് ആ സെറ്റിയിലേക്ക് ഇരിക്കാൻ മധുശ്രീയെ നിർബന്ധിച്ചു. അവസാനം മധുശ്രീ അവിടേക്ക് ഇരിക്കുമ്പോൾ ഒന്നും ഇഷ്ടപ്പെടാതെ രോഹിത മാറി നിന്നു. അപ്പോഴാണ് എത്ര വിളിച്ചിട്ടും കുഞ്ഞേച്ചി ഫോൺ എടുക്കാത്തതിൽ ആകെ നിരാശയോടെ ശ്യാമ കിച്ചണിൽ തന്നെ നിന്നത്. ഇത്രയും നേരമായിട്ടും ശ്യാമയെ പുറത്തേക്ക് കാണാത്തത് കൊണ്ട് സത്യാമ്മ വീണ്ടും ശ്യാമയെ വിളിക്കുന്നു. അപ്പോഴും നിരന്തരമായി ശ്യാമ ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ശാലിനി ഈ സമയത്തൊക്കെ മിനിസ്റ്ററുമായിട്ടുള്ള കോൺഫറൻസിലായിരുന്നത് കൊണ്ട് എത്ര വിളിച്ചിട്ടും കോൾ എടുക്കാത്ത കുഞ്ഞേച്ചിക്ക് അവസാനം ഒരു മെസ്സേജ് അയക്കാമെന്ന് ശ്യാമ തീരുമാനിച്ചു. വേഗം തന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചതിന് ശേഷം ശ്യാമ വേഗം സത്യാമ്മ വിളിച്ച ഹാളിലേക്ക് ചെന്നു. ഈ സമയത്ത് ശാലിനി തന്റെ നാട്ടുകാർക്ക് വേണ്ടി ശരിക്കും ഇപ്പോ ദുരിതബാധിതരായിട്ടുള്ള കഷ്ടപ്പെടുന്ന ജനങ്ങൾ ഏത് ഭാഗത്താണുള്ളതെന്ന് കൃത്യമായി CM-നെ അറിയിക്കുകയും ആ നാട്ടുകാരെ അവരെ ആ ദുരന്തം അനുഭവിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ തന്നെ ആ നാടിനെ അങ്ങനെ പുനരധിവസിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിന് തന്നെ ഒരു മാതൃകയായി മാറുമതെന്ന് ശാലിനി പറയുന്നു. അതെല്ലാം ടീമിനോട് ശാലിനി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സത്യാമ്മ ശ്യാമയോട് കിച്ചണിൽ നിന്ന് വരാനായി പറഞ്ഞത്. അകത്തേക്ക് ശ്യാമ ഹാളിലേക്ക് വന്നു നിന്നതും ശ്യാമയെ കണ്ട ഉടനെ സത്യാമ്മ എല്ലാവരെയും പരിചയപ്പെടുത്തി. ഇതാണ് ഇവിടുത്തെ ഇളയ മരുമകൾ, രോഹിത്തിന്റെ ഭാര്യ ശ്യാമ. അത് കേട്ട മധുശ്രീ ശ്യാമയെ നോക്കിയിട്ട് മനസ്സിൽ പറഞ്ഞു, ഓ നീയാണല്ലേ ആ ശാലിനിയുടെ അനുജത്തി ശ്യാമ അല്ലെ എന്നിങ്ങനെ മനസ്സിൽ പറയുമ്പോ, അതേടി ഞാൻ തന്നെയാടി, നിന്നെ ഒരു കാരണവശാലും ഇവിടുത്തെ മരുമകളാകാൻ ഞാൻ അനുവദിക്കില്ല, നീ നോക്കിക്കോ എന്ന് മനസ്സിൽ ശ്യാമ മധുശ്രീക്ക് മറുപടി നൽകുമ്പോ മധുശ്രീ പറഞ്ഞു, വാ നോക്കാം, ഞാൻ നിന്റെ ചേച്ചിയെക്കാളും ഒരു ഡിഗ്രി കൂടുതൽ പഠിച്ചതാടി. അതെ, എന്താന്നറിയാവോ, കുതുകാൽ വെട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ കുഴിയിൽ ചാടിക്കുന്നതും അത് നിന്റെ ചേച്ചിക്ക് അറിയാത്ത ഒരു പാഠമാണ്, അത് കൂടുതൽ പഠിച്ചവളാണ് ഞാൻ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ മധുശ്രീ നിൽക്കുമ്പോഴാണ് സത്യാമ്മ എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞത്, അതെ എന്നാ ഇവിടെ എല്ലാവരും പരസ്പരം സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞപ്പോ മധുശ്രീയുടെ അച്ഛൻ ശിവൻകുട്ടി പറഞ്ഞു, അല്ല സത്യാമ്മേ, നമ്മളിവിടെ ചായ കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് വെറുതെ സമയം ചെലവഴിക്കേണ്ടതില്ലല്ലോ, വന്ന കാര്യം നടക്കുന്നതല്ലേ നല്ലത്, അതുകൊണ്ട് സത്യാമ്മയുടെ മകൻ വിഷ്ണുവിനെ കണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന് ശിവൻകുട്ടി പറഞ്ഞത് കേട്ട് സത്യാമ്മ പറഞ്ഞു, അതിനെന്താ, ഞാൻ ശ്യാമ എന്ന് വിഷ്ണുവോട് വരാൻ പറ, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞ് സത്യാമ്മ മുകളിലേക്ക് കയറി പോകുമ്പോ അപ്പുറത്ത് തന്നെ ശ്യാമ നിൽക്കുന്നത് കണ്ട് മധുശ്രീ ശ്യാമയോട് പറഞ്ഞു, ശ്യാമേ അവിടെ നിൽക്കാതെ ഇവിടെ വന്നിരിക്കേ. അത് കേട്ട ശ്യാമ പറഞ്ഞു, ഏയ് ഞാൻ ഇത്രയും കാലം ഇവിടെ ഇരിക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഇത്രയും നാളും ഞാനിവിടെ ഇരുന്നതല്ലേ, അതുകൊണ്ട് മധുശ്രീ തൽക്കാലം എന്നെ ഇരുത്താൻ നോക്കണ്ട എന്ന് പറഞ്ഞ് ശ്യാമയുടെ മറുപടി കേട്ട് രോഹിത് ചിരിച്ചു. അപ്പോഴേക്കും ശ്യാമ അങ്ങനെ ഒരു മറുപടി നൽകിയതോടെ മധുശ്രീ മനസ്സിൽ പറഞ്ഞു, ഓഹോ അത് ശരി, അപ്പൊ നീ മനഃപൂർവ്വം ഏറ്റുമുട്ടാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണല്ലേ എന്നൊക്കെ മധുശ്രീ മനസ്സിൽ പറയുമ്പോ എത്രയും പെട്ടെന്ന് ഉടനെ തന്നെ ആശാന്റെ അരികിലേക്ക് ചെല്ലണല്ലോ, അല്ലെങ്കിൽ ആശാനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ, ഒന്നുകൂടി വിളിച്ചു നോക്കാമെന്ന് ആലോചിച്ച് വീണ്ടും കമലൻ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോഴാണ് വിജയകുമാർ അവിടെ നിന്ന് മധുശ്രീയെ കുറിച്ച് ഓരോന്ന് വിശദമായി പറയാൻ തുടങ്ങിയത്. ശിവൻകുട്ടി ഉടനെ തന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കണ്ട് ശിവൻകുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കാനായി വിജയകുമാർ പറഞ്ഞു, അതെ രാഘവൻ സാറേ, നിങ്ങള് ഇനി പരസ്പരം എന്തെങ്കിലും കുശലൊക്കെ പറ എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ പറഞ്ഞു, അതെ പരസ്പരം എന്തെങ്കിലും കുശലം പറയണമെന്നുണ്ടെങ്കിൽ നാട്ടുകാർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ കാലാവസ്ഥയെക്കുറിച്ചും മഴ പെയ്യാൻ പോകുന്ന കാലാവസ്ഥ പ്രവചനത്തെക്കുറിച്ചും ഒക്കെ ഓരോന്ന് സംസാരിക്കും, അങ്ങനെ ഇപ്പൊ സംസാരിക്കാൻ പറ്റിയ സാഹചര്യം അല്ലല്ലോ ഇത് എന്ന് രാഘവൻ നായർ അന്വേഷിച്ചു. അപ്പോഴാണ് വിജയകുമാർ പറഞ്ഞത്, അതെ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഇന്ന് ഒരു അബദ്ധം പറ്റിയില്ലേ, ഒരു അബദ്ധം സംഭവിച്ച കാര്യം, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ പറഞ്ഞു വന്നത് എന്ന് വിജയകുമാർ പറഞ്ഞപ്പോ ഉടനെ രാഘവൻ നായർ പറഞ്ഞു, ശിവൻകുട്ടിക്ക് അറിയാത്ത കാര്യം ഇവിടെ ആരോടും പറയാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് ശാലിനിയെ കുറിച്ച് ശിവൻകുട്ടി മോശമായി പറയാൻ തുടങ്ങിയത് എതിർത്തുകൊണ്ട് രാഘവൻ നായർ സംസാരിക്കുമ്പോൾ മധുശ്രീ മനസ്സിൽ പറഞ്ഞു, ഓഹോ അത് ശരി, അപ്പൊ ഇയാൾക്കാണ് ശാലിനിയെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ പൊള്ളലേൽക്കുന്നത്, ശരിയാക്കി തരാൻ ഞാനിവിടേക്കൊന്ന് വലതുകാൽ വെച്ച് വന്ന് കയറിക്കോട്ടെ എന്ന് മധുശ്രീ ഇങ്ങനെ മനസ്സിൽ പറയുമ്പോൾ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വീണ്ടും കമലം വിളിച്ചുകൊണ്ടിരുന്നു. വിഷ്ണു അപ്പോഴേക്കും ആകെ വിഷമത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും തന്റെ റൂമിലേക്ക് വന്നിരുന്നു. അപ്പോഴാണ്
ഫോൺ കാണാത്തതിന്റെ നിരാശ വിഷ്ണു ഉണ്ടായത്. ഫോൺ എവിടെ പോയി, എവിടെ എന്റെ ഫോൺ എന്നാലോചിച്ച് വിഷ്ണു അവിടെയെല്ലാം നോക്കുമ്പോൾ നിലത്ത് കിടക്കുന്ന ആ ഫോൺ കണ്ടു. ഫോൺ എടുത്ത് നോക്കിയതും കമലിനെ 6-7 തവണ വിളിച്ചിട്ടുണ്ടല്ലോ, എന്തായിരിക്കും കാര്യം എന്നാലോചിച്ച് വിഷ്ണു കമലിനെ തിരികെ വിളിക്കാൻ തുടങ്ങുമ്പോൾ സത്യാമ്മ അവിടേക്ക് എത്തി. വിഷ്ണു എന്ന് സത്യാമ്മ വിഷ്ണുവിനെ വിളിച്ചു. അത് കേട്ട ഉടനെ വിഷ്ണു നോക്കിയതും, എന്താടാ നീ ഇവിടെ എത്ര നേരമായടാ, താഴേക്ക് ഇറങ്ങി വന്നേ, അവരെല്ലാം നിന്നെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. വിഷ്ണു പറഞ്ഞു, അമ്മേ കമലൻ ഒരു 6-7 തവണ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോ സത്യാമ്മ വിഷ്ണുനോട് ചോദിച്ചു, പിന്നെ കമലൻ നിന്നെ അങ്ങനെ അത്യാവശ്യം അവനെന്താ ജില്ലാ കളക്ടറാണോ, ഇങ്ങോട്ട് ഇറങ്ങി വന്നേടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് ദേഷ്യത്തോടെ സത്യാമ്മ താഴേക്ക് ഇറങ്ങി വരാൻ പറയുന്നു. അവസാനം വിഷ്ണു ആ ഫോൺ ബെഡിലേക്ക് ഇട്ട് സത്യാമ്മയുടെ കൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലാൻ തയ്യാറാകുന്നു. വിഷ്ണു മനസ്സിലെ താഴേക്ക് ചെല്ലുമ്പോൾ കമലൻ വീണ്ടും വിഷ്ണുവിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഇത്രയും തവണ വിളിച്ചിട്ടും ആശാൻ ഫോൺ എടുക്കാത്തതുകൊണ്ട് ആകെ നിരാശയിലായി. അപ്പോഴാണ് സത്യാമ്മ വിഷ്ണുവിനെയും വിളിച്ചുകൊണ്ട് താഴേക്ക് സ്റ്റെയർ ഇറങ്ങി വരുന്നത്. ഈ കാഴ്ച കണ്ട ഉടനെ വിജയകുമാർ പറഞ്ഞു, ദാ വിഷ്ണു കുഞ്ഞെത്തിയല്ലോ. അത് കേട്ട ഉടനെ മറുശ്രീ വേഗം വിഷ്ണുവിനെ കാണാനായി നോക്കി. ആകാംക്ഷയോടെ അവിടേക്ക് നോക്കുമ്പോൾ വിഷ്ണു താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് വേഗം തന്നെ കമലിനെ താഴേക്ക് ഇറങ്ങി വരുന്ന വിഷ്ണുവിനെ കണ്ട് മധുശ്രീയുടെ മനസ്സിൽ വളരെയേറെ സന്തോഷം തോന്നി. ആഹാ, കൊള്ളാവല്ലോ, സത്യത്തിൽ ശാലിനിയുടെ ഭർത്താവ് അല്ലായിരുന്നെങ്കിൽ തന്നെ ഞാൻ ഇവനിൽ വീണു പോകുമായിരുന്നു. ഇതെന്തായാലും ഒരു ഒരു ഡബിൾ ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡബിൾ റിവെഞ്ച് ചെയ്യുന്ന പോലെ ഒരു സുഖമുണ്ട്. കൊള്ളാം, എനിക്കെന്തായാലും ഇവനെ ഇഷ്ടപ്പെട്ടു എന്ന് മറുശ്രീ മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ കണ്ട വിഷ്ണുവിന്റെ ആ സൗന്ദര്യത്തിൽ അങ്ങനെ മതിമറന്ന് മറുശ്രീ വിഷ്ണുവിനെ തന്നെ നോക്കിയിരുന്നു. വിഷ്ണു താഴേക്ക് ഇറങ്ങി വന്നതും അവിടെ ഇരിക്കാൻ കൂട്ടാക്കാതെ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ മധുശ്രീ ഇരിക്കുന്ന സെറ്റിയിൽ അങ്ങേ വെച്ച് ഇരിക്കാനായി സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണു അപ്പോഴേക്കും വളരെ ഗൗരവത്തോടെ തന്നെ ആ സെറ്റിയിലേക്ക് വന്നിരുന്നു. വിഷ്ണു അവിടേക്ക് ഇരിക്കുന്നത് കണ്ട് സത്യഭാമ ശിവൻകുട്ടിയെയും കനകലതയെ നോക്കിയിട്ട് പറഞ്ഞു, ദാ ഇതാണ് എന്റെ മോൻ വിഷ്ണു, ഞങ്ങളുടെ മകൻ വിഷ്ണു എന്ന് പറഞ്ഞ് സത്യമ്മ വിഷ്ണുവിനെ ചൂണ്ടിക്കാട്ടി. എല്ലാവരും വിഷ്ണുവിനെ നോക്കിയതും ഉടനെ തന്നെ ശിവൻകുട്ടിക്കും കനകലതയ്ക്കും വളരെയേറെ സന്തോഷമായി. വിഷ്ണുവിനെ കണ്ട് അങ്ങനെ അവർ സന്തോഷപൂർവ്വം നോക്കിയിരിക്കുമ്പോൾ വിഷ്ണു വളരെ ഗൗരവത്തോടെ ഇരിക്കുന്നത് കണ്ട് മധുശ്രീ മോളോടും കൂടിയാ പറഞ്ഞത് എന്ന് സത്യാമ്മ പറഞ്ഞു. അത് കേട്ടതും മധുശ്രീ വേഗം സത്യാമ്മ നോക്കിയിട്ട് പറഞ്ഞു, എനിക്കിഷ്ടായി സത്യാമ്മയെ, സത്യത്തിൽ ഇങ്ങനെ ഒരാളെയാണ് ഞാൻ ഇത്രയും നാളും തേടിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്റെ വിവാഹം ഇങ്ങനെ വൈകിയതും എന്ന് മധുശ്രീ അറിയിച്ചു. അതെ, ഒന്നും തോന്നരുത്, എന്റെ മനസ്സുള്ളതെന്തും ഞാൻ വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതക്കാരിയാണ് എന്ന് മധുശ്രീ ഉടനെ തന്നെ അറിയിച്ചു. അത് കേട്ടതും സത്യാമ്മയ്ക്ക് വളരെയേറെ സന്തോഷമായി. അങ്ങനെ മധുശ്രീ പറയുന്നത് കേട്ട് ഉടനെ തന്നെ അവിടെ നിന്ന് കനകലത പറഞ്ഞു, സത്യത്തിൽ 3-ാം ക്ലാസ് മുതലേ ഇവൾക്ക് പ്രപ്പോസൽ വന്നു തുടങ്ങിയതാണ്. ആ പ്രപ്പോസൽ പഠിക്കുന്ന കാലത്ത് എന്നും ഉണ്ടായിരുന്നു. എന്തിന്, ഇവളുടെ ടീച്ചേഴ്സ് വരെ ഇവളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതാണ് സത്യം. അതിന്റെ എണ്ണം പറയാനാണെങ്കിൽ കഴിയില്ല എന്ന് കനകലത അറിയിച്ചു. അതൊക്കെ കേട്ട് ഒട്ടും താല്പര്യമില്ലാതെ ശ്യാമയും രോഹിത്തും മുഖം തിരിക്കുമ്പോ സത്യാമ്മ വളരെ ആവേശത്തോടെ അതെല്ലാം കേട്ടിരുന്നു. അങ്ങനെ ആ സന്തോഷ വാർത്ത അങ്ങനെ പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോ കമലൻ വഴിയിൽ നിന്ന് ആരുടെയെങ്കിലും ഒരു ബൈക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആശങ്കയിൽ വിഷ്ണുവിന്റെ അരികിലേക്ക് പോകാനായി അങ്ങനെ വഴിയിലൂടെ നടന്നു വരുമ്പോഴാണ് കമലൻ തന്റെ ഒരു സുഹൃത്തിനെ കാണുന്നത്. ഈ സമയത്ത് വിജയകുമാർ അവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ മധുശ്രീയെ കുറിച്ച് വലിയ പുകഴ്ത്തിയുള്ള സംസാരമുണ്ടാകുന്നു. ഇത്രയും സമ്പന്നയായ അതുപോലെ തന്നെ ഇത്രത്തോളം സൽസ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ ഇന്നത്തെ കാലത്ത് കണി കാണാൻ കൂടി കാണില്ല എന്നെല്ലാം വിജയകുമാർ പറയുമ്പോ അത് കേട്ടുനിന്ന പപ്പി ഉടനെ വിളിച്ചു പറഞ്ഞു, അല്ല, ഇത് ബാഡ് ഗേൾ ആണ്, ഷീസ് എ ബാഡ് ഗേൾ എന്ന് പറഞ്ഞ് പപ്പി ഒച്ചയുണ്ടാക്കി. പപ്പി അങ്ങനെ ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നത് കേട്ടതോടെ ആകെ ടെൻഷൻ ആകുന്നു മധുശ്രീക്ക്. എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞെന്നറിയാതെ മധുശ്രീ ആകെ ടെൻഷനോടെ നോക്കി. എന്താ കാര്യം എന്നറിയാതെ മധുശ്രീ അങ്ങനെ നോക്കിയിരിക്കുമ്പോ സത്യഭാമ മധുശ്രീയെ മധുശ്രീയെ കുറിച്ച് പപ്പി പറഞ്ഞത് കേട്ട് സത്യഭാമ പപ്പിയെ താക്കീത് ചെയ്തു. മോളെ, അങ്ങനെ വീട്ടിൽ വന്ന് കയറിയവരൊന്നും ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞ് സത്യഭാമ പപ്പിയെ ആ പറയുന്നതിന് തിരുത്താനായി ശ്രമിച്ചു. അപ്പോഴാണ് കമലൻ വഴിയിൽ വെച്ച് തന്റെ കൂട്ടുകാരനെ കണ്ടതും ആ ബൈക്ക് ഒന്ന് അല്പനേരത്തേക്ക് ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. എടാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം, ഉടനെ തന്നെ ഞാൻ തിരിച്ചു വരാം, എന്റെ ബൈക്ക് ബ്രേക്ക് ഡൗൺ ആയടാ എന്ന് പറഞ്ഞു. അത് കേട്ടതും കൂട്ടുകാരൻ പറഞ്ഞു, അതിനെന്താടാ, നീ കൊണ്ടുപോയിക്കോ, എനിക്ക് ഇവിടെ അടുത്ത് വരെ പോയാൽ മതി, അത് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ, നീ കൊണ്ടുപോക്കോ, പോയിട്ട് വാ എന്ന് പറഞ്ഞ് കമലിന്റെ കയ്യിലേക്ക് ആ ബൈക്ക് കൂട്ടുകാരനെ ഏൽപ്പിച്ചു. ശരി, താങ്ക്യടാ എന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് കമലൻ തന്നെ ബൈക്കും എടുത്ത് പോകുന്നത് കണ്ട കൂട്ടുകാരൻ ആലോചിച്ചു, അല്ല, ഇവൻ എങ്ങോട്ടാ എത്ര ധൃതി പോകുന്നത്? അപ്പോഴേക്കും മധുശ്രീ പപ്പി ഇങ്ങനെ പറയുന്നത് കേട്ട് കുട്ടിക്ക് വെറുതെ തോന്നിയതായിരിക്കും,
മോൾക്ക് എന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചതാ എന്ന് പറഞ്ഞ് പപ്പിയെ നോക്കി മധുശ്രീ താൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു തിരുത്താനായി ശ്രമിച്ചപ്പോഴേക്കും പപ്പി ഉറക്കെ പറഞ്ഞു, അല്ല, ഷീ ഈസ് എ ബാഡ് ഗേൾ എന്ന് പറഞ്ഞ് പപ്പി ബഹളം വെച്ചു. അത് കേട്ടതും സത്യാമ്മ ചോദിച്ചു, അല്ല എന്താ പപ്പി, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ പപ്പി പറഞ്ഞു, അതെ, ഈ പെണ്ണ് കള്ളു കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതുമായിട്ടുള്ള വീഡിയോ എന്റെ കയ്യിലുണ്ട് എന്ന് പപ്പി പറയുന്നു. അത് കേട്ടതോടെ രാഘവൻ നായരും വിഷ്ണുവും ശ്യാമയും രോഹിത്തും ഒക്കെ ഞെട്ടി. സത്യാമ്മയ്ക്കും ആകെ ടെൻഷനായി. ഉടനെ തന്നെ പപ്പി വിളിച്ചു പറഞ്ഞു, ഷീ ഈസ് എ ബാഡ് ഗേൾ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന സത്യാമ്മയ്ക്കും ആകെ ടെൻഷനായി. എന്താ മോളെ പപ്പി നീ പറയുന്നത്, വീട്ടിൽ വന്നിരിക്കുന്നവരെ ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ മുന്നിൽ നിന്ന് മധുശ്രീ വല്ലാതെ ഉരുകുന്നത് വിഷ്ണു ശ്രദ്ധിച്ചു. അപ്പോഴേക്കും വിജയകുമാർ പറഞ്ഞു, സത്യാമ്മേ, സത്യം പറയാലോ, ഈ കുട്ടിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ്, ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉടനെ തന്നെ രോഹിത്ത് വേഗം എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ, കുട്ടികൾ ഇങ്ങനെ വെറുതെ പറയില്ല, പ്രത്യേകിച്ച് പപ്പി, അവൾ ഒരിക്കലും കള്ളം പറയില്ല, അതിലെന്താ കാര്യമെന്ന് അവളോട് അന്വേഷിക്കണം, അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കണം സത്യാമ്മേ എന്ന് രോഹിത്ത് അറിയിച്ചു. അത് കേട്ടതും അവിടെ ഇരുന്ന രാഘവനാർ വിളിച്ചു പറഞ്ഞു, ശരിയാണല്ലോ, മോള് പറഞ്ഞത് എന്ത് കാരണത്താലാണെന്ന് അന്വേഷിക്കണല്ലോ എന്ന്. പപ്പി മോള് അങ്ങനെ ഒരിക്കലും കളവ് പറയുന്ന ആളല്ല. എന്താ മോളുടെ കയ്യിൽ എന്ത് വീഡിയോ ഉണ്ടെന്നാ പറഞ്ഞത്, മോള് വീഡിയോ എടുത്തോണ്ട് വാ എന്ന് രോഹിത്ത് പപ്പിയോട് പറഞ്ഞു. ശരിയച്ചാ എന്ന് പറഞ്ഞ് പപ്പി വേഗം റൂമിലേക്ക് പോയി. മധുശ്രീ ആകെ ടെൻഷനോടിരിക്കുമ്പോ മധുശ്രീയുടെ അമ്മ മധുശ്രീയെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നത്തോടെ നിർത്തിക്കോ നീ എല്ലാം എന്ന് ദേഷ്യത്തോടെ മധുശ്രീയെ നോക്കി. ഈ സമയത്ത് ശാലിനി സീമമായിട്ടുള്ള ആ കോൺഫറൻസ് കോള് അവസാനിപ്പിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ അദ്ദേഹത്തോട് വിവരങ്ങളൊക്കെ വിശദമായി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും വിജയകുമാർ ആകെ ടെൻഷനിലായി. ഈ സമയം വിജയകുമാറെ നോക്കി രാഘവൻ നായർ പറഞ്ഞു, വിജയകുമാറെ, മുമ്പ് ഒരു വട്ടം താൻ ഇതുപോലൊരു ഉടായ്പ കേസുമായി വന്നതാണ്, ഇനിയും അതുപോലത്തെ പണിയാണ് താൻ കാഴ്ചവെക്കുന്നതെങ്കിൽ താൻ ഇവിടെ ഇതുപോലെ പോവില്ല, ഓർത്തോ എന്ന് പറഞ്ഞ് രാഘവൻ നായർ വിജയകുമാറിനെ ഭീഷണിപ്പെടുത്തി. വിജയകുമാർ അപ്പോഴേക്കും പേടിയോടെ മധുശ്രീയെ നോക്കിയിട്ട് മനസ്സിൽ പറഞ്ഞു, ഞാൻ ഇവളെയും വിളിച്ചുകൊണ്ട് ഇവിടേക്ക് വരണ്ടായിരുന്നു, സുസ്മിതയുടെ പണം കണ്ട് അതിൽ മയങ്ങിപ്പോയതാണ്, ദൈവമേ, ഇങ്ങോട്ട് വന്ന കോലത്തിൽ സത്യത്തിൽ നാണക്കേട് മാത്രമല്ലല്ലോ, പേരുദോഷം മാത്രമല്ലല്ലോ, അതോടൊപ്പം ദേഹത്തിന് പ്രശ്നവും ഉണ്ടാവുമല്ലോ എൻ്റെ ഈശ്വര, ശരീരത്തിനും ദോഷമാണല്ലോ ഉണ്ടാവാൻ പോകുന്നത് എന്നാലോചിച്ച് ആകെ വിഷമത്തോടെ വിജയകുമാർ ഇരുന്നു. അപ്പോഴേക്കും പപ്പി തന്റെ കയ്യിലുള്ള ഫോണുമായിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. പപ്പി വരുന്നത് കണ്ടതോടെ ആകെ വിയർത്ത് ഉരുകിയിരിക്കുകയാണ്. അവിടെ നിന്ന് മധുശ്രീയും അച്ഛനമ്മമാരും. അരികിലേക്ക് എത്തിയ പപ്പിയോട് സത്യാമ്മ ചോദിച്ചു, എവിടെ നിന്റെ കയ്യിലിരിക്കുന്ന വീഡിയോ, കാണിച്ചു ഇങ്ങോട്ട് എന്ന് പറഞ്ഞപ്പോ പപ്പി പറഞ്ഞു, ഇതിനകത്തുണ്ടായിരുന്നു സത്യാമ്മ, ഈ വീഡിയോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു പപ്പി വേഗം ഫോൺ എടുത്ത് നോക്കി. ഇതാ വീഡിയോ എന്ന് പറഞ്ഞ് പപ്പി ഫോൺ സത്യാമ്മയെ കാണിച്ചു. പക്ഷെ ഇത് ഓണാക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല എന്ന് പപ്പി പറഞ്ഞപ്പോ ഉടനെ രോഹിത് പറഞ്ഞു, മോളെ ഇങ്ങ് കാണിച്ച് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പപ്പിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങിച്ചു. അപ്പോഴേക്കും സത്യാമ്മ ദേഷ്യത്തോടെ പപ്പിയെ നോക്കിയിട്ട് പറഞ്ഞു, ഒറ്റ ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ നിനക്കിട്ട്, വീട്ടിൽ വരുന്നവരെ ഓരോന്ന് പറഞ്ഞ് അപമാനിക്കുകയാണല്ലേ എന്ന് ചോദിച്ച് സത്യാമ്മ പപ്പിയോട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും മധുശ്രീയെ നോക്കി കനകലത മനസ്സിൽ പറഞ്ഞു, ഭാഗ്യം, തൽക്കാലം രക്ഷപ്പെട്ടു, ഇനി മേലാൽ നീ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ എന്ന് മനസ്സിലിങ്ങനെ കനകലത മധുശ്രീയെ താക്കീത് ചെയ്തു. അപ്പോഴേക്കും സത്യാമ്മ പപ്പിയുടെ നേരെ ദേഷ്യപ്പെട്ടു. മേലാൽ ഇതുപോലെ കുഞ്ഞുനാവിൽ നിന്ന് ഇതുപോലുള്ള വലിയ വർത്താനം വന്നാലുണ്ടല്ലോ എന്നൊക്കെ ദേഷ്യപ്പെടുമ്പോ രോഹിത് സത്യാമ്മയോട് പറഞ്ഞു, സത്യാമ്മേ, പപ്പി എങ്ങനെ കള്ളം പറയില്ല എന്ന് പറഞ്ഞ് രോഹിത് പപ്പി പറഞ്ഞ സത്യമാണ് എന്ന് വരുത്തി തീർക്കാനായി ശ്രമിക്കുമ്പോ ഉടനെ സത്യഭാമ ചാടി എന്നിട്ട് എവിടാ ആ വീഡിയോ എന്ന് ചോദിച്ച് സത്യാമ്മ ദേഷ്യപ്പെട്ടു. മേലാൽ മാനമര്യാദയോടെ ജീവിക്കുന്നവരെ നോക്കി ഇതുപോലെ അനാവശ്യം വിളിച്ച് പറയരുത് എന്ന് പറഞ്ഞ് പപ്പിയെ താക്കീത് ചെയ്തു. ഇത് കണ്ടുവന്ന ശിവൻകുട്ടി പറഞ്ഞു, വേണ്ട സത്യാമ്മേ, മോള് വല്ല ബോളിവുഡ് ഹീറോയിനെയും കണ്ടിട്ട് അവര് സിഗരറ്റ് വലിക്കുന്നത് മദ്യപിക്കുന്നതൊക്കെ കണ്ടപ്പോ ഇവളാണെന്ന് തോന്നിപ്പോയതായിരിക്കും മോൾക്ക്, കൊച്ചുകുട്ടിയല്ലേ, സത്യത്തിൽ ഇവളെ കണ്ടാലും ഒരു ബോളിവുഡ് ഹീറോയിനെ പോലെ ഉണ്ടല്ലോ. ഈയിടെ തന്നെ ഒരാൾ വന്ന് ചോദിച്ചു, തമന്നയാണോ എന്ന് ചോദിച്ച് സെൽഫി എടുക്കാൻ തന്നെ അരികിലേക്ക് വന്നു. അതെല്ലാം കേട്ട ഉടനെ തന്നെ വിഷ്ണുവും ശ്യാമയും രോഹിത്തും ഒക്കെ മുഖം ചുളിച്ചങ്ങനെ ഇരിക്കുമ്പോ അവിടെ നിന്ന് പിള്ളാച്ചനാകെ അതിശയപ്പെട്ടു. തമന്നയോ, അതാരാ എന്ന് അതിശയത്തോടെ പിള്ളാച്ചൻ ആലോചിച്ചു. അപ്പോഴേക്കും പപ്പി പറഞ്ഞു, ഞാൻ പറഞ്ഞ സത്യാമ്മേ, ഞാൻ ഈ ആന്റിയുടെ വീട്ടിൽ പോയപ്പോ എടുത്ത ഫോട്ടോ ഏത്? അത് കേട്ടതും സത്യാമ്മ ചോദിച്ചു, ആന്റിയുടെ വീട്ടിൽ പോയി ഫോട്ടോ എടുത്തണോ? എങ്ങനെ നീ വീഡിയോ എടുത്തത്? എപ്പോഴാണ് നീ ആന്റിയുടെ വീട്ടിൽ പോയത് എന്ന് ചോദിച്ചപ്പോ പപ്പി ആലോചിച്ചു. ദൈവമേ,
അത് ഞാൻ പറഞ്ഞ സത്യയുടെ പേരും പറയേണ്ടി വരും. സത്യമ്മ വീണ്ടും എന്നെ തല്ലും. സത്യക്കും അത് പ്രശ്നമാകും. അതുകൊണ്ട് തൽക്കാലം അത് പറയണ്ട എന്ന് പപ്പി ആലോചിച്ചു. അത് വീണ്ടും സത്യമ്മ കൊച്ചിനെ ദേഷ്യത്തോട് ചോദിച്ചു. എപ്പോഴാ നീ അവളുടെ വീട്ടിൽ പോരെ? എപ്പോഴാ പോയെന്നാ പറ പപ്പി എന്ന് പറഞ്ഞ് ചോദിച്ചപ്പം ഇല്ല എന്ന് പപ്പി തല കുലുക്കി. അപ്പോഴേക്കും സത്യമ്മ ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലായതോടെ രാഘവൻ നായർ വിളിച്ചു, ഭാമയെ പപ്പിയെ വിടാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു. സത്യഭാമ പപ്പിയുടെ മാറിയിരിക്കും അങ്ങോട്ട് എന്ന് പറഞ്ഞു. ഉടനെ പപ്പി ആകെ വിഷമത്തോടെ ശ്യാമയെ ചെന്ന് കെട്ടിപ്പിടിച്ചു. അമ്മേ എന്ന് കരഞ്ഞുകൊണ്ട് പപ്പി ശ്യാമയെ കെട്ടിപ്പിടിച്ചതും രോഹിത്തും ശ്യാമയും പപ്പിയെ ആശ്വസിപ്പിക്കുമ്പോൾ സത്യാമ്മ ദേഷ്യത്തോടെ പപ്പിയെ നോക്കി. അതിനുശേഷം രാഘവൻ നായർ എല്ലാവരും അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ വിജയകുമാർ പറഞ്ഞു, അതെ കാര്യമെല്ലാം പറയണല്ലോ ശിവൻകുട്ടി സാറേ. മുമ്പൊരു വട്ടം ഞാൻ കൊണ്ടുവന്ന ആലോചന ഈ കുട്ടിയെ മുടക്കിയത് എന്ന് പറഞ്ഞപ്പോ ഉടനെ അത് കേട്ട രാഘവൻ നായർ പറഞ്ഞു, വിജയകുമാറെ വേണ്ട എന്ന് പറഞ്ഞ് രാഘവൻ നായർ ദേഷ്യപ്പെടുമ്പോ ശിവൻകുട്ടി പറഞ്ഞു, അതൊക്കെ അതൊന്നും നമുക്കിപ്പം വലിയ സീരിയസ് ആയിട്ട് എടുക്കണ്ടല്ലോ, കൊച്ചുകുട്ടിയല്ലേ, അതാ കുട്ടി പറഞ്ഞതങ്ങ് നമ്മൾ ഇവിടെ തന്നെ അവസാനിപ്പിച്ചു, തീർന്നു എന്ന് ശിവൻകുട്ടി അങ്ങനെ പറഞ്ഞു. ചിലപ്പം ഞങ്ങൾക്ക് ചെറിയ ചീത്തപ്പേര് ഉണ്ടായെങ്കിലും ഞങ്ങൾ അറിയാതെ ഉണ്ടായതാണെങ്കിൽ പോലും മനസ്സാവാച അറിയാത്ത കാര്യമാണെങ്കിൽ പോലും ഞങ്ങളെ ക്ഷമിച്ചു. അപ്പോഴേക്കും സത്യാമ്മ വേഗം കൈകൂപ്പി പറഞ്ഞു, ഞങ്ങളുടെ മോളുടെ ഭാഗത്തുനിന്ന് പപ്പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിന്റെ പേരിൽ ഒന്നും ചെയ്യാത്ത മനസ്സാവാച കർമ്മണ ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവം കുട്ടിയെ കുറിച്ച് പപ്പി അങ്ങനെ പറഞ്ഞത്, അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്ന് സത്യഭാമ ക്ഷമ ചോദിക്കുന്നത് കണ്ട് രാഘവൻ നായരും വിഷ്ണുവും മറ്റെല്ലാവരും ദേഷ്യത്തോടെ മറുശ്രീയെ നോക്കുമ്പോ വിഷ്ണുവിന്റെ അടുത്തെത്തി സത്യം സത്യം പറയാനായി വരുന്ന കമലൻ എത്രയും വേഗം ആശാൻ അരികിലെത്തണമെന്ന ആഗ്രഹത്തോടെ വേഗം ബൈക്ക് ഓടിച്ച് വിഷ്ണുവിന്റെ അരികിൽ എത്തിച്ചേരാനുള്ള ശ്രമം നടത്തുന്നു.